നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അതിന് ഇൻ്റർനാഷണൽ ബ്രേക്കാണല്ലോ. ബ്രസീൽ 2 മത്സരങ്ങൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിക്കുന്നു. ഇത്തവണ വലിയ ആവേശത്തിലാണ് ബ്രസീലിൻ്റെ ആരാധകർ. കാരണം മറ്റൊന്നുമല്ല, കാർലോ അഞ്ചലോട്ടി അവരുടെ കോച്ചായിട്ട് ആദ്യ മത്സരങ്ങളാണ് ഈ വരുന്നത്. ജൂൺ 6 പുലർച്ചെ 4:30 ബ്രസീൽ ഇക്വഡോറുമായിട്ട് അവേ മത്സരം കളിക്കുന്നു. അതിനുശേഷം ജൂൺ 11 രാവിലെ ഇന്ത്യൻ സമയം 6:15 ബ്രസീൽ പരാഗ്വേയുമായിട്ട് കളിക്കുന്നു. ഇക്വഡോറുമായിട്ടുള്ള കളിക്ക് മുന്നോടിയായിട്ടുള്ള ബ്രസീലിൻ്റെ ക്യാമ്പ് ഇപ്പോൾ സാവോപോളോയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെയായിരുന്നു ആദ്യ ദിവസം. 14 താരങ്ങൾ ഇന്നലെ തന്നെ സ്ക്വാഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് വാൻഡേഴ്സൺ, ബെൻഡോ, റിച്ചാലീസൺ, അലക്സാൻഡ്രോ, ആൻഡ്രി സാൻഡോസ്, ബ്രൂണോ ഗുയിമേറസ്, എഡേഴ്സൺ, ആലിസൺ, റാഫീഞ്ഞ, ആൻഡ്രിയസ് പെരേര, ആൻ്റണി, ഗബ്രിയൽ മാർട്ടിനെല്ലി, വിനി ജൂനിയർ, ഹ്യൂഗോ സൗസ എന്നിവർ ഇന്നലെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ ബ്രസീലിയൻ സമയം ഇന്ന് രാവിലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാവിലെ എസ്റ്റവായോ വില്യൻ കൂടി ടീമിനോടൊപ്പം ചേരുകയും ചെയ്യും. അങ്ങനെ ഇന്ന് ബാക്കി പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ എത്തി ക്യാമ്പ് ഓൾമോസ്റ്റ് പൂർണ്ണമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് മൺഡേ മോർണിംഗിൽ ഡാനിലോ, ലിയോ ഓർട്ടീസ്, വെസ്ലി, അലക്സാൻഡ്രോ, ഗേഴ്സൺ ഇവരൊക്കെ നമുക്കറിയാമല്ലോ, ഫ്ലെമിംഗോയുടെ കളിക്കാരാണ്. അവർ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വൈകാൻ സാധ്യതയുള്ള താരങ്ങൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ചിട്ടുള്ളവരാണ്. അവർ നാളത്തോടു കൂടിയൊക്കെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് PSG കളിക്കാർ ആയിട്ടുള്ള മാർക്കിഞ്ഞോസും ബെറാൽഡോയും അതുപോലെ തന്നെ കാർലോസ് അഗസ്റ്റോ, അദ്ദേഹം റണ്ണറപ്പാണല്ലോ ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ. അപ്പോൾ അദ്ദേഹവും ഒരു പക്ഷേ എത്താൻ വൈകിയേക്കും. ബാക്കി താരങ്ങളൊക്കെ ഇന്നത്തോടുകൂടി സ്ക്വാഡിനോടൊപ്പം ചേരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കാർലോ അഞ്ചലോട്ടിക്ക് കീഴിലുള്ള പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് ബ്രസീലിയൻ സമയം വൈകിട്ട് 4 മണിക്കാണ് പുതിയ കോച്ചിങ് സ്റ്റാഫിന് കീഴിലുള്ള ബ്രസീലിൻ്റെ ട്രെയിനിങ് സെഷൻ ആരംഭിക്കുന്നത്. അതോടുകൂടി കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോച്ചിങ് ക്യാമ്പിലെ വിവരങ്ങളും മറ്റുമൊക്കെ ഞാൻ പറഞ്ഞത് 4 മണി, വൈകിട്ട് 4 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയമല്ല, ബ്രസീലിയൻ സമയം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അവരുടെ ട്രെയിനിങ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.